നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പല പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും നീ അത് വിശ്വസിക്കാതെ നിനക്ക് പറ്റിയ പിടിപ്പുകേട് നീ മീനാക്ഷിയുടെ മേലെ ചുമത്താൻ ശ്രമിച്ചാലേ അതൊന്നും ഞങ്ങളാരും സമ്മതിച്ചു തരില്ല. അപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്റെ അമ്മയ്ക്ക് അറിയാം. അവനവന്റെ കാര്യത്തിന് പറ്റിയില്ലെന്നേ ഉള്ളൂ. ഒരു പെൺകുട്ടിയെ അവളുടെ അംഗീകാരം ഇല്ലാതെ ബലമായി പിടിച്ച് താലി കെട്ടിയിട്ട് അവളുടെ നേരെ ഭീഷണി ഉപദ്രവം തുടർന്നാലുണ്ടല്ലോ, ആ നിയമമൊക്കെ എന്നെക്കാൾ നന്നായി നിനക്കറിയാലോ. ഓഹോ, എന്നെ അഡ്വൈസ് ചെയ്യിക്കാണോ? അമ്മയും മകനും ഒക്കെയാണ്. പക്ഷെ സത്യം നീയും അറിഞ്ഞിരിക്കണമല്ലോ. മീനാക്ഷിയെ പോലെ തന്നെ നീയും ഞങ്ങളുടെ പൊന്നോമനെയാണ്. അതാ ക്ഷമിക്കുന്നത്. അളമുട്ടിയ ചേരയും കടിക്കുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളോ? അതെ, നിങ്ങൾ തന്നെ. ഇവിടെ ഇപ്പുറത്ത് എന്റെ വീട്ടിൽ ഞങ്ങൾ 5 പേരാ ഉള്ളത്. എന്റെ അച്ഛൻ, എന്റെ അമ്മ, പിന്നെ ദേ ഇവളും, പിന്നെ എന്റെ കുഞ്ഞും. ഞങ്ങൾ ആരോടും നിങ്ങൾ ഇനി സംസാരിക്കാൻ പാടില്ല. ലോകം ഒന്നിരണ്ട് വെളുത്തപ്പോഴേക്കും നീ എന്നെ മറന്നു അല്ലടാ മോനെ. നിനക്ക് ഞാൻ അത്രയ്ക്ക് അന്യായല്ലേ? നിനക്ക് ഞാൻ ആരുമല്ല അല്ല കാർത്തി. സെന്റിമെന്റ്സിന് ഒരു വിലയും കൽപ്പിക്കാത്ത തലമുറയിൽപ്പെട്ടൊരു മകനായി പോയല്ലോ നീ. മോനെ, നീ എത്രയ്ക്ക് എന്നെ വെറുക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിന്നോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് അമ്മ എന്നുള്ള വിളി കേട്ടത് എന്റെ നാവിൽ നിന്നാ. അമ്മേ, അമ്മമാർക്ക് എന്ത് സഹിക്കാനും ക്ഷമിക്കാനും കഴിയും. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മ അത് മറക്കും. പ്രത്യേകിച്ച് ഞാൻ. കാരണം ഞാൻ ശാപം കിട്ടി മണ്ണിൽ ഉറച്ചു പോയ ഒരു ശിലയായി പോയി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.